നമസ്കാരം. പ്രപഞ്ചവികാസത്തെക്കുറിച്ചും ഡാർക്ക് എനർജി സർവേയുടെ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ചും നമുക്കിന്ന് ചർച്ച ചെയ്യാം. പ്രപഞ്ചത്തിലെ നൂറുകണക്കിന് ദശലക്ഷം ഗാലക്സികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡാർക്ക് എനർജി സർവേ സഹകരണം ഡേയ് ശേഖരിച്ചു. എന്താണ് ഡാർക്ക് എനർജി സർവേ അഥവാ ഡേയ്? പ്രപഞ്ചവികാസത്തിന്റെ ത്വരിതപ്പെടുത്തലിന് കാരണമായ ഡാർക്ക് എനർജിയുടെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പ്രപഞ്ചത്തിന്റെ വികാസം ത്വരിതപ്പെടുത്തുന്ന നിഗൂഢമായ ഡാർക്ക് എനർജിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ സർവേ സഹായിക്കും. നൂറുകണക്കിന് ദശലക്ഷം ഗാലക്സികൾ, ആയിരക്കണക്കിന് സൂപ്പർനോവകൾ, കോസ്മിക് ഘടനയുടെ പാറ്റേണുകൾ എന്നിവ ഡേയ് മാപ്പ് ചെയ്യുന്നു. യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി നിർമ്മിച്ച ഡാർക്ക് എനർജി ക്യാമറ DCAM ഉപയോഗിച്ചാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്. 6 വർഷത്തിനിടയിൽ ഡേയ് സഹകരണം 669 ദശലക്ഷം ഗാലക്സികളിൽ നിന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി. ഇത് ആകാശത്തിന്റെ 1/8 കവർ ചെയ്തു. 2013 മുതൽ 2019 വരെ ചിലിയിലെ NSF സെറോ ടൊലോളോ ഇന്റർ അമേരിക്കൻ ഒബ്സർവേറ്ററിയിൽ CTIO വെച്ചാണ് ഡാറ്റ ശേഖരണം നടന്നത്. പ്രപഞ്ചവികാസ ചരിത്രം അളക്കുന്നതിനായി വീക്ക് ലെൻസിംഗ്, ഗാലക്സി ക്ലസ്റ്ററിംഗ് എന്നീ 2 പ്രധാന രീതികളാണ് ഡേയ് ഉപയോഗിക്കുന്നത്. 6 വർഷത്തെ ഡാറ്റയിൽ നിന്ന് വീക്ക് ലെൻസിംഗ്, ഗാലക്സി ക്ലസ്റ്ററിംഗ് എന്നീ 2 പ്രോബുകളിൽ നിന്നുള്ള ഫലങ്ങൾ ആദ്യമായി സംയോജിപ്പിച്ചു. ബാരിയോൺ അക്കോസ്റ്റിക് ഓസിലേഷനുകൾ BAO, ടൈപ്പ് EA സൂപ്പർനോവകൾ, ഗാലക്സി ക്ലസ്റ്ററുകൾ, വീക്ക് ലെൻസിംഗ് എന്നീ 4 രീതികളുടെ ഫലങ്ങളും ഇവർ സംയോജിപ്പിച്ചു. ഈ വിശകലനം പ്രപഞ്ചം എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള സാധ്യമായ മാതൃകകളെ പരിമിതപ്പെടുത്തുന്ന പുതിയതും ശക്തവുമായ നിയന്ത്രണങ്ങൾ നൽകുന്നു. മുമ്പത്തെ ഡേയ് വിശകലനങ്ങളെക്കാൾ ഇരട്ടി കൃത്യതയുള്ള വിവരങ്ങളാണ് പ്രപഞ്ചവികാസ ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പുതിയ കണ്ടെത്തലുകൾ മുൻ ഡേയ് ഫലങ്ങളുമായി സ്ഥിരത നിലനിർത്തുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഡാർക്ക് എനർജിയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കണ്ടെത്തിയതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞുനോക്കാം. ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് അകലെയുള്ള ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നുപോകുന്നതായി കണ്ടപ്പോൾ ഡാർക്ക് എനർജിക്കുള്ള ആദ്യ സൂചന ലഭിച്ചു. എന്നാൽ 1998-ൽ വിദൂര സൂപ്പർനോവകൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ വികാസം മന്ദഗതിയിലാകുന്നതിനുപകരം ത്വരിതപ്പെടുത്തുകയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രപഞ്ചത്തിലെ ദ്രവ്യ ഊർജ്ജ സാന്ദ്രതയുടെ ഏകദേശം 70% ഡാർക്ക് എനർജിയാണ് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ പുതിയ ഫലങ്ങൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.